welcome back to our English class. So മക്കളെ നോക്കൂ, ഇന്ന് നമ്മൾ മറ്റൊരു ഗ്രാമർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താണ് വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദിസ് ഗ്രാമർ ആൻഡ് ദിസ് അവഞ്ചേഴ്സ്? അല്ലെ, മിസ്സിന്റെ ബാക്കിൽ ഇങ്ങനെ എന്താണ് ഫുൾ ഹീറോസ് ആണ്, നിങ്ങളൊക്കെ ഫേവറേറ്റ് ഹീറോസ് ആണ്, അവഞ്ചേഴ്സ് ആണ്. സോ യു മൈറ്റ് ബി തിങ്കിങ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താണ് വാട്ട്സ് എ റിലേഷൻ, എന്താണ് ഗ്രാമർ മതിപ്പുള്ള അവഞ്ചേഴ്സും? അപ്പൊ ഫോർ us അല്ലെങ്കിൽ ഫോർ യു പീപ്പിൾ നമ്മൾ എപ്പോഴും അറിയാം, നമുക്ക് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് എന്താ പറയാ, ഗ്രാമർ ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് എ വാർ. അല്ലെ, നിങ്ങൾ എപ്പോഴും പറയും എന്താണ് ഗ്രാമർ ഇസ് ഡിഫിക്കൽട്ട്, ഗ്രാമർ ഇസ് ദാറ്റ്, ഗ്രാമർ ഇസ് ദിസ്. അല്ലെ, അപ്പൊ ആക്ച്വലി നമുക്ക് മാത്തമാറ്റിക്സും ഗ്രാമർ എന്താണ് ഏകദേശം ഒരേപോലെയാണ്. മോസ്റ്റ് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും അല്ലെ ഗ്രാമറും അതേപോലെ. അപ്പൊ അവിടെ ശരിക്കും എന്താണ് വി നീഡ് എന്താണ് പ്രോപ്പർ അറ്റൻഷൻ. നമുക്ക് ഈ കാര്യങ്ങൾ രണ്ട് മേഖലയും നമുക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ ആക്ച്വലി വി നീഡ് പ്രോപ്പർ അറ്റൻഷൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എനിവേ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ടോപ്പിക് എന്നത് എന്താണ്? ഇറ്റ് ഈസ് ഹാഡ് ബെറ്റർ ആൻഡ് ഓൾസോ അതേപോലത്തെ വുഡ് യു മൈൻഡ് ആണ്. സോ വി ബിഗിൻ അവർ ക്ലാസ് വിത്ത് ഹാഡ് ബെറ്റർ. ഓക്കെ, നോക്കൂ, നമ്മൾ ഹാഡ് ബെറ്ററിനാണ് നമ്മൾ തുടങ്ങുന്നത്. ആക്ച്വലി എപ്പോഴാണ് വെൻ ഡു വി യൂസ് ഹാഡ് ബെറ്റർ ഇൻ അവർ ടോക്ക്? നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ, ആസ് യൂഷ്വൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ ദാറ്റ്. ഇവിടെ നോക്കൂ നിങ്ങൾ, had better is used to give advice. Okay, അപ്പൊ had better ആക്ച്വലി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു സജഷൻ പോലെ, ഒരു ഉപദേശം പോലെ. ഓക്കെ, അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപദേശിക്കുക. അപ്പൊ നമ്മൾ മറ്റൊരാളെ ഒരു ഉപദേശം പോലെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ശൈലിയിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഹാഡ് ബെറ്റർ ഉപയോഗിക്കുക. ഇവിടെ ഇനി ഒരു സെന്റൻസും കൂടി ഉണ്ട്, അതിനുശേഷം പറയുന്നു ഇറ്റ് ഈസ് യൂസ് വിത്ത് ദ ബേ ഇൻഫിനിറ്റീവ്. ഇറ്റ് ഈസ് യൂസ് വിത്ത് ദ ബേ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാം അല്ലെ. What is the meaning of that? എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? ആക്ച്വലി ഇറ്റ് മീൻസ് ദാറ്റ് ഹാഡ് ബെറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ബേ ഇൻഫിനിറ്റീവ് കൂടാണ്. ബേ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞ എന്താണ്? നമ്മൾ ടു ഉപയോഗിക്കാതെ വരുന്ന വേർബ്. ഓക്കെ, ടു എന്ന് പറയുന്നതിന്റെ കൂടെ വരാത്തത്, അതാണ് ഇവിടെ എന്ത്? വിത്തൗട്ട് ടു. അതായത് വേർബ് മാത്രമേ നമുക്ക് എന്തുള്ളൂ? വി വൺ ഫോം, ബേസ് ഫോം വേർബ് മാത്രമേ എന്തുള്ളൂ? ഹാഡ് ബെറ്ററിന് ശേഷം നമ്മൾ വരുള്ളൂ. ഒരിക്കലും ഹാഡ് ബെറ്ററിന്റെ മുന്നിൽ ടു എന്ന് പറയുന്നത് വരൂല. ഓക്കെ, അപ്പൊ ഹാഡ് ബെറ്റർ നമ്മൾ പഠിച്ചു എന്താണ് യൂസേജ് എന്നുള്ളത്, അതെങ്ങനെയാണ് വരാ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ എന്താണ്? ഇറ്റ് വിൽ ബി മോർ ക്ലിയർ. ഓക്കെ, ഇവിടെ നോക്കൂ, ഫസ്റ്റ് എക്സാമ്പിൾ what is given here? They had better choose a cheaper hotel. First discuss the meaning. എന്താണ്? They had better choose a cheaper hotel. ഇവിടെ ഒരാൾ പറയാണ് അവർക്ക് കുറച്ചുകൂടി ചീപ്പ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ സെലക്ട് ചെയ്യുന്നതായിരിക്കും എന്ത്? കുറച്ചുകൂടി നന്നാവാ. അത് അഡ്വൈസ് അല്ലേ? നോക്കൂ, നിങ്ങൾ കുറച്ചും കൂടി ചീപ്പായിട്ടുള്ള ഒരു ഹോട്ടൽ അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും നന്നാവാ. ഇറ്റ്സ് എൻ അഡ്വൈസ് അല്ലേ. ഇനി നമ്മൾ അപ്പൊ ആ ഒരു അഡ്വൈസ് എന്നുള്ള യൂസേജ് ദാറ്റ് വി ലേൺ ഹിയർ നമ്മളവിടെ പഠിച്ചു. നൗ ദ സെക്കൻഡ് തിങ് വാട്ട് വി ലേൺ, നമ്മൾ പഠിച്ചത് എന്താ? നമ്മൾ ടു ഇൻഫിനിറ്റീവ് അല്ലെ. എന്താണ്? ബേ ഇൻഫിനിറ്റീവ് ആണ്, ടു ഇല്ലാത്ത വേർബ് ആണ് വരാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഹാഡ് ബെറ്ററിന് ശേഷം ക്യാൻ യു സീ എനി ടു? നോ, കാണുന്നില്ലല്ലോ. ഇവിടെ നമുക്ക് ജസ്റ്റ് എന്താണ്? വി വൺ ഫോം ഓഫ് ദി വേർബ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ ഹാഡ് ബെറ്ററിന് ശേഷം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? വി വൺ ഫോം ഓഫ് ദ വേർബ്, ദ റൂട്ട് ഫോം ഓഫ് ദ വേർബ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? അപ്പോ ഹാഡ് ബെറ്റർ വി യൂസ് ടു ഗിവ് എൻ അഡ്വൈസ്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് ബേ ഇൻഫിനിറ്റീവ് വേർബ്. ഓക്കെ, ടു വരാത്ത വേർബിന്റെ കൂടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? വി യൂസ് ഹാഡ് ബെറ്റർ. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. Now let's discuss another example. You had better not cry. You had better not cry എന്ന് പറയുന്നത് നീ കരയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ചില കാര്യങ്ങൾക്ക് അവർ സിംപ്ലി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയും നല്ല വെച്ച് നിർത്ത്, കരച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതേപോലെ ഇവിടെ എന്താണ്? യു ഹാഡ് ബെറ്റർ നോട്ട് ക്രൈ അല്ലെ. നീ കരയാതിരിക്കുന്നതായിരിക്കും എന്ത്? നന്നായിരിക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ നിങ്ങൾ, ബെറ്റർ ഹാഡ് ബെറ്ററിന് ശേഷം ക്രൈ എന്ന് പറയുന്ന വി വൺ ഫോം ആണ് വന്നത്. ഇവിടെ നമ്മൾ ഒരിക്കലും ക്രൈഡ് എന്ന് പറഞ്ഞിട്ടില്ല, ക്രൈങ് എന്ന് പറഞ്ഞിട്ടില്ല. വി യൂസ്ഡ് ഓൺലി എന്താണ്? cry, the V1 form, the bear form, the rare form, the root form of the verb cry that we used here. Now the next one is you had better wait until the fireman come. Fireman വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നന്നാവാ. This is also എന്താണ്? piece of advice അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കിയേ, had betterന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്തത്? we used to wait എന്ന് പറയുന്ന V1 form ആണ് we used.
Why couldn't we use എന്തുകൊണ്ട് നമുക്ക് waiting എന്ന് ഉപയോഗിച്ചുകൂടാ, waited എന്ന് ഉപയോഗിച്ചുകൂടാ, has been waiting ഉപയോഗിച്ചുകൂടാ? Because we know that after had betterന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ട verb എന്ന് പറയുന്നത് that is V1 form ആണ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ had betterന് ശേഷം wait എന്ന് പറയുന്ന V1 form ആണ് നമ്മൾ എന്ത് ചെയ്തത് യൂസ് ചെയ്യുന്നത്. It is the root form ലെ നമ്മൾ root form എന്നും പറയും. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. We had better take a taxi. നമ്മൾ ടാക്സി പിടിക്കുന്നതായിരിക്കും നന്നാവാം. നമ്മൾ ഓട്ടോക്ക് ഇവിടെ കാത്തുനിന്നിട്ട് ഒരു കാര്യമില്ല, നമ്മൾ ടാക്സി പിടിക്കുന്നതായിരിക്കും എന്ത് ചെയ്യാ ഇവിടെ നന്നാവാൻ. നമ്മൾ എന്ത് ചെയ്യാണ് ഒരു സജഷൻ, ഒരു അഡ്വൈസ്, ഒരു ഉപദേശം പറയാണ്. വെറുതെ കാത്തു കണ്ട് ടാക്സി പിടിച്ച് പോയിക്കോന്നില്ലേ. നോക്കൂ ഇവിടെ we had betterന് ശേഷം what we used take എന്ന് പറയുന്ന V1 form, root form, base form. ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് കൺഫ്യൂസ്ഡ് ആവരുത്. സോ വി യൂസ്ഡ് എന്താണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ടേക്ക് എന്ന് പറയുന്ന V1 ഫോം ആണ്, ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ്. സോ ടേക്ക് നമ്മൾ ഒരിക്കലും എന്ത് ഉപയോഗിച്ചിട്ടില്ല, ടേക്കിംഗ് ഉപയോഗിച്ചിട്ടില്ല, ടുക്ക് ഉപയോഗിച്ചിട്ടില്ല, ടേക്കൻ എന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. വി യൂസ്ഡ് ഓൺലി V1 ഫോം ആൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ടേക്ക്. ഓക്കെ അല്ലേ? അപ്പൊ ഗ്രാമർ പഠിക്കുമ്പോൾ നമ്മൾ വിശദമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. നെക്സ്റ്റ് വന്ന് നോക്കൂ. We had better leave before the police come. പോലീസ് വരുന്നതിന് മുൻപ് നമ്മൾ സ്ഥലം വിടുന്നതാണ് എന്ത് ഇവിടെ നല്ലത്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്, നമ്മുടെ സേഫ്റ്റിക്ക് നല്ലത്. പോലീസ് വരുന്നതിന് മുൻപ് സ്ഥലം കഴിച്ചിലാക്കുന്നതാണ്. അപ്പൊ ഇവിടെ നോക്കൂ. We had betterന് ശേഷം we used leave. നമ്മൾ ഒരിക്കലും എന്താണ് ലീവിന്റെ പാസൻസ് ആയ ലെഫ്റ്റ് ഉപയോഗിച്ചിട്ടില്ല, നമ്മൾ ലീവിങ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ആകെ യൂസ് ചെയ്തത് എന്താണ്, we used V1 ആണ് നമ്മൾ എന്ത് ചെയ്തത് we used. സോ V1 ഫോം നമുക്കറിയാം ലീവ് ആണ്. V2 ഫോം എന്താണ് ലെഫ്റ്റ് ആണ്. ing ഫോം എന്താണ് ലീവിംഗ് ആണ്. സോ നമ്മൾ എന്താ ഉപയോഗിച്ചത് we had better leave. നമ്മൾ ഒരിക്കലും എന്താണ് we had better leaving, we had better left ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. because we learned had betterന് ശേഷം we had to use V1 form. Is this clear? Okay, now the next example. You had better brush എന്നാ പറയുന്നത്. You had better brush your teeth. നീ ബ്രഷ് ചെയ്യുന്നതാണ് എന്ത് നല്ലത്. അപ്പൊ ബ്രഷ് ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ലത്, വേറെ കാര്യം. അപ്പൊ ഇവിടെ കൂടെ സമർത്ഥിച്ച് പറയായിരിക്കും ചിലപ്പോൾ ബ്രഷ് ചെയ്യുന്ന ഒട്ടും ശീലം ഉണ്ടാവില്ല, വേറെ കാര്യം. യു ഹാഡ് ബെറ്റർ ബ്രഷ് യുവർ ടീത്ത്. അല്ലെ, ബ്രഷ് ചെയ്യുന്നതായിരിക്കും നന്നാവാ. സോ വി നോ ദാറ്റ് എന്താണ് ബ്രഷ് എന്ന് പറയുന്നത് റൂട്ട് ഫോം ആണ്. ബ്രഷ്ഡ് ഇല്ല, ബ്രഷിംഗ് ഇല്ല, ഒന്നുമില്ല. സോ ഹാഡ് ബെറ്റർ ബ്രഷ് യുവർ ടീത്ത്. നീ പല്ല് തേക്കുന്നതാണ് കുട്ടി നല്ലത്. യു ഹാഡ് ബെറ്റർ സ്റ്റഡി വെൽ. നീ എന്താണ് നല്ലോണം പഠിക്കുന്നതാണ് നല്ലത്. What is the next example? നോക്കൂ ഇവിടെ. You had better speak with him. നീ അവനോട് സംസാരിക്കുന്നതാണ് നന്നായിരിക്കും, നീ അവനോട് സംസാരിക്കുന്നതായിരിക്കും നന്നാവാ. You had better speak to him. So had betterന് ശേഷം ഇവിടെ നമ്മൾ എന്താണ് സ്പീക്ക് എന്ന് പറയുന്ന V1 ഫോം ആണ് യൂസ് ചെയ്തത്. സോ നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടില്ല, സ്പീക്കിംഗ് എന്നുള്ള ing ഫോം ഉപയോഗിച്ചിട്ടില്ല, സ്പോക്ക് എന്നുള്ള V2 ഫോം ഉപയോഗിച്ചിട്ടില്ല, സ്പോക്കൺ എന്ന് പറയുന്ന V3 ഫോം എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ing ഫോം V2 V3 ഇതൊന്നും നമ്മൾ യൂസ് ചെയ്തില്ല. We used only V1 form, the base form, the root form of the verb, and it is speak. അടുത്ത നോക്കിയേ. Frank had better not take out loans. Frank എന്താണ് ലോൺ എടുക്കാത്തതായിരിക്കും എന്ത് നന്നാവാ. ഇവിടെ നോക്കിയേ, എടുക്കാത്തത് ഒരു നെഗറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് നോട്ട് ഉപയോഗിച്ചത്. ഓക്കെ, ആക്ച്വലി നമ്മൾ വേർബ് എന്താ ഇവിടെ വേണ്ടത്, എടുക്കുക എന്നുള്ള അർത്ഥമുള്ള ടേക്ക് എന്ന് പറയുന്ന വേർബ് ആണ്. സോ Frank had better not take out loans എന്നാ പറയുന്നത്. അവൻ ലോൺ എടുക്കാതിരിക്കുന്നതായിരിക്കും നന്നാവാ. അപ്പൊ നോക്കിയേ, here we not take is V1. We did not use taking, took, taken. ഇതൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. സോ we used എന്താണ് V1 form of the verb only. Now the next one, it is you had better get good grades. Okay, നിനക്ക് നല്ല മാർക്ക്, നല്ല ഗ്രേഡ് കിട്ടുന്നതായിരിക്കും നിന്നെ സംബന്ധിച്ച് നന്നാവാ. സോ നോക്കി, had betterന്റെ ശേഷം we used എന്താണ് get എന്ന് പറയുന്ന V1 ഫോം ആണ് നമ്മൾ യൂസ് ചെയ്തത്. നമ്മൾ got ഉപയോഗിച്ചോ, no. നമ്മൾ getting ഉപയോഗിച്ചോ, no. What did we use here? We used only get. V1 like get. നമ്മൾ go to getting ഒന്നും ഉപയോഗിച്ചിട്ടില്ല. Now next one, it is you had better submit your homework. നിന്റെ ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും എന്ത് നന്നാവാ. അല്ലാണ്ട് എന്താ ഒരു ഡായിപ്പത്തരം എന്ത് ചെയ്യണ്ട, നീ കളിക്കേണ്ട ആവശ്യമില്ല. സോ you had better submit your homework. ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും എന്ത് നന്നാവാ. സോ നോക്കൂ, സബ്മിറ്റ് എന്നാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത് യൂസ് ചെയ്തത്. സബ്മിറ്റ് എന്താണ്, ഇറ്റ് ഇസ് എന്താണ് സബ്മിറ്റ് ഇസ് V1 ഫോം. നമ്മൾ സബ്മിറ്റിംഗ് പറഞ്ഞിട്ടില്ല, സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നോക്കൂ, ഓരോ എക്സാമ്പിളിലും മിസ് ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇറ്റ് ഇസ് ഫോർ you people, നിങ്ങൾക്ക് തറോ ആവാനാണ്. ബിക്കോസ് ഗ്രാമർ ആണ് എപ്പോഴും ഇറ്റ്സ് ഓൾവേസ് എന്താണ് മേക്ക് us confused അല്ലേ. നമ്മൾ എപ്പോഴും
എന്തെങ്കിലും കൺഫ്യൂസ്ഡ് ആക്കും. സോ വീണ്ടും 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 നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് എന്താവുന്നത്, ഇത് നമുക്ക് ക്ലിയർ ആവുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഓരോ എക്സാമ്പിളും മിസ് എന്ത് ചെയ്യുന്നത് ഇതിന് മാത്രം നിങ്ങളോട് റിപ്പീറ്റ് ചെയ്യുന്നത്. ബിക്കോസ് നിങ്ങൾ ഗ്രാമർ പഠിക്കണം എനിക്ക് വളരെ എന്തുണ്ട് നിർബന്ധമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു സബ്മിറ്റ് എന്താണ്, ഇറ്റ് ഈസ് V1 ഫോം ആണ്. അതുകൊണ്ട് ഹാഡ് ബട്ടണിന് ശേഷം we used submit. The next one it is you had better stop smoking. You had better stop smoking. എന്താണ്, നീ സ്മോക്കിംഗ് നിർത്തുന്നത്, സിഗരറ്റ് വലിക്കുന്നത് നിർത്തുന്നതായിരിക്കും നിനക്ക് നന്നാവാ. സോ ഹാഡ് ബട്ടണിന് ശേഷം നമ്മൾ യൂസ് ചെയ്തു we used to stop. അല്ലേ, നമ്മൾ സ്റ്റോപ്പിംഗോ സ്റ്റോപ്ഡ് എന്നോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. we used to stop. അല്ലേ, അപ്പൊ നോക്കൂ ഇവിടെ ഹാഡ് ബെറ്റർ സ്റ്റോപ്പ്. ക്ലിയർ അല്ലേ? അടുത്തത് സോ നെക്സ്റ്റ് ടോപ്പിക് ഇറ്റ് ഈസ് നോക്കൂ വുഡ് യു മൈൻഡ് ആണ്. അപ്പൊ വുഡ് യു മൈൻഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഒരു കാര്യം ഉണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങളൊക്കെ എന്താണ് സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ പലപ്പോഴായിട്ട് വുഡ് യു മൈൻഡിന്റെ രണ്ട് പ്രയോഗം, ടു ഫ്രേസസ്, ഓക്കെ, ടു യൂസേജസ് ആദ്യം അത് പലപ്പോഴും എന്ത് ചെയ്യില്ല, ആരും ശ്രദ്ധിക്കൂല. ദ ഹാപ്പൻസ് എ മിസ്റ്റേക്ക്. അവിടെയാണ് നമുക്ക് എന്ത് പറ്റാ, തെറ്റ് പറ്റാം. സോ ഇതിന്റെ രണ്ട് പാറ്റേൺ, ടു പാറ്റേൺസ് ആ, ഒന്ന് എന്താണ് വുഡ് യു മൈൻഡ് പ്ലസ് ഇഫ് വരുന്നത്. ഓക്കെ, വുഡ് യു മൈൻഡിന് ശേഷം ഇഫ് വരുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്, വെറും വുഡ് യു മൈൻഡ് മാത്രം വരുന്നത്. അപ്പൊ ഈ രണ്ടെണ്ണം വരുമ്പോഴും ഇത് രണ്ടും ബേസിക്കലി എന്താണ്, സംഭവം ഒന്നാണ്. നമ്മളൊരു കാര്യം വളരെ പൊലൈറ്റ് ആയിട്ട്, വളരെ എന്താ പറയുക, താഴ്മയോട് വിനയത്തോടു കൂടി മറ്റൊരാളുടെ സംസാരിക്കുന്ന രീതിയിൽ ചോദിക്കുന്ന രീതിയാണ് എന്ത്, വുഡ് യു മൈൻഡ്. ഓക്കെ, അപ്പൊ ബേസിക്കലി രണ്ടും എന്താണ്, ഒരേ പേർപ്പസ് ആണ്. വുഡ് യു മൈൻഡ് ഇഫ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമ്മൾ എന്താണ്, ഭയങ്കര ഒഫീഷ്യലി നമ്മൾ ഭയങ്കര ഹംബിൾ ആയിട്ട് ചോദിക്കുന്നത് പോലെ, വുഡ് യു മൈൻഡ് എന്താണ്, കുറച്ചുകൂടി നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, സംസാരിക്കുന്നത്, ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് രണ്ടും യൂസ് ചെയ്യുന്ന സമയത്ത് വേർബിന്റെ കാര്യത്തില് ഇതിനുശേഷം വരുന്ന വേർബ് ഫോമില് there is a huge difference. അവിടെ എന്തുണ്ട്, വളരെ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ മാർക്ക് പോവാം. ഇവിടെ നോക്കൂ, ഫസ്റ്റ് വൺ വുഡ് യു മൈൻഡ് പ്ലസ് ഇഫ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വുഡ് യു മൈൻഡ് ഇഫ് ഐ ക്ലോസ് ദ ഡോർ. അപ്പൊ നിങ്ങൾ വളരെ ഹംബിൾ അടിച്ചു ചോദിക്കാൻ, വുഡ് യു മൈൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇഫ് ഐ ക്ലോസ് ദ ഡോർ, ഞാൻ ആ വാതിലൊന്ന് അടച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ ഇഫിന് ശേഷം, വുഡ് യു മൈൻഡിന് ശേഷം ഇഫിന് ശേഷം നമ്മൾ ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ we know that is past tense. പാസ്റ്റ് ടെൻസ് ആണ്, V2 ഫോം ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാകാം, വുഡ് യു മൈൻഡ് പ്ലസ് ഇഫ് വരാണെങ്കിൽ ഇഫിന്റെ കൂടെ നിങ്ങൾ എന്താണ്, V2 ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഒന്ന് എന്ത് ചെയ്യാ, നിങ്ങൾ ഇഫ് പ്ലസ് V2 എന്ത് ചെയ്യണം, നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. സോ വുഡ് യു മൈൻഡ് പ്ലസ് ഇഫ് പ്ലസ് പാസ്റ്റ് ടെൻസ് ഫോം ആണ് എന്ത് സെന്റൻസിൽ വരേണ്ടത്. അടുത്ത എക്സാമ്പിൾ നോക്കൂ, വുഡ് യു മൈൻഡ് ഇഫ് ഐ റോട്ട് ദ ആർട്ടിക്കിൾ. ഞാൻ ഈ ആർട്ടിക്കിൾ എഴുതും, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, വുഡ് യു മൈൻഡ് ഇഫ് ഐ റോട്ട്. റോട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നോക്കിയേ, റൈറ്റ്, റോട്ട്, written. നോക്കിയേ, റൈറ്റ് ഇറ്റ് ഈസ് V1, റോട്ട് ഇറ്റ് ഈസ് V2, then V3. നോക്കൂ, വുഡ് യു മൈൻഡ് ഇഫ് ഐ റോട്ട് ദ ആർട്ടിക്കിൾ, അതാണ് ഇവിടെ എന്ത് നമ്മൾ ചോദിച്ചത്. അപ്പൊ വുഡ് യു മൈൻഡിന് ശേഷം ഇഫിന് ശേഷം നമ്മൾ പഠിച്ചു കഴിഞ്ഞു വി ഹാവ് ടു യൂസ് എന്താണ്, V2 ഫോം ഓഫ് ദ വെർബ്, പാസ്റ്റ് ടെൻസ് ഓഫ് ദ വെർബ്. പാസ്റ്റ് ടെൻസ് ആണ്, വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു. അടുത്ത് നോക്കൂ, വുഡ് യു മൈൻഡ് ഇഫ് ഐ സ്റ്റുഡ് ഹിയർ. ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, നിനക്ക് വല്ല കുഴപ്പമുണ്ടോ ചെങ്ങായി, അല്ലെ? ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചൊറിഞ്ഞോണ്ടിരിക്കും, എന്താ ഞാൻ ഇവിടെ ഇരിക്കുന്നോണ്ട് നിനക്ക് എന്ത് കുഴപ്പമുണ്ടോ, ഞാൻ എന്താ നിന്നെ ഇങ്ങനെ ചൊറിയുന്നോണ്ട് നിനക്ക് എന്ത് കുഴപ്പമുണ്ടോ, എന്റെ കൂടെ വരുന്നോണ്ട് നിനക്ക് എന്ത് കുഴപ്പമുണ്ടോ, എന്റെ കൂടെ നീ ഷവർമ കഴിക്കാൻ വന്നില്ല, അല്ലേ? അപ്പൊ അതേപോലെ ഇവിടെ എന്താ ചോദിച്ചത്, വുഡ് യു മൈൻഡ് ഇഫ് ഐ സ്റ്റുഡ് ഹിയർ, ഞാൻ ഇവിടെ നിന്നാ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അപ്പോ ഇഫിന് ശേഷം ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇഫ് വരുന്നുണ്ടോ എന്നാണ്. ഇഫിന് ശേഷം ഇറ്റ് ഹാപ്പൻസ് അല്ലെങ്കിൽ ഇറ്റ് കംസ് V2 ഫോം. സോ സ്റ്റാൻഡ്, സ്റ്റുഡ്, സ്റ്റുഡ് എന്ന് പറയുമ്പോൾ സ്റ്റുഡ് ആണ് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ ഉപയോഗിച്ചത്. നെക്സ്റ്റ് തിങ് ഇറ്റ് ഈസ് വുഡ് യു മൈൻഡ് പ്ലസ് verb പ്ലസ് ing ആണ്. അപ്പൊ ഇവിടെ എന്തില്ല, നമുക്ക് ഇഫ് ഇല്ല. ദിസ് ഇസ് ദ സെക്കൻഡ് പാറ്റേൺ. ഓക്കെ, വുഡ് യു മൈൻഡ് പ്ലസ് verb പ്ലസ് ing ഫോം. ഇവിടെ ഇതുവരെ ഇത് കഴിഞ്ഞതിൽ നമ്മൾ വുഡ് യു മൈൻഡ് പ്ലസ് ഇഫിന് ശേഷം പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് ദ verb ആണ് നമ്മൾ ഉപയോഗിച്ചത്. നേരെ മറിച്ച് verb പ്ലസ് ing ആണ് ഇഫ് ഇല്ലാത്ത വുഡ് യു മൈൻഡിന് വരുന്നത്. നോക്കൂ, വുഡ് യു മൈൻഡ് ക്ലീനിങ് ദ ബോർഡ്. ആ ബോർഡ് ഒന്ന് എന്താണ്, ക്ലീൻ ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ. നെക്സ്റ്റ് നോക്കൂ, വുഡ് യു മൈൻഡ് മൂവിങ് യുവർ ബൈക്ക്. നിങ്ങളുടെ ബൈക്ക് ഒന്ന് ബുദ്ധിമുട്ടില്ല, ഒന്ന് കുറച്ച് നീക്കി തരോ, വുഡ് യു മൈൻഡ് മൂവിങ് യുവർ ബൈക്ക്. ഓക്കെ, ഇവിടെ നോക്കൂ നിങ്ങൾ, വുഡ് യു മൈൻഡിന് ശേഷം verb പ്ലസ് ing.
മനസ്സിലായോ ആ ഡിഫറൻസ്? ഇഫ് വരുമ്പോഴും വുഡ് യു മൈൻഡ് മാത്രം വരുമ്പോഴുള്ള ഡിഫറൻസ്. അപ്പൊ ഒന്നിന് വേർബ് ഫോം എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്, മറ്റൊന്നിന് എന്താണ്? ING ഫോം ഓഫ് ദ വേർബ് ആണ്. അപ്പൊ വുഡ് യു മൈൻഡ് മാത്രം വരുന്ന സമയത്ത് നമ്മൾ ING ഫോം ഓഫ് ദ വേർബ് ആണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ ശരിക്കും പറഞ്ഞു എന്ത് ചെയ്യണം? നമുക്ക് പഠിക്കണം. ഓക്കെ, അടുത്ത നോക്കിയേ, വുഡ് യു മൈൻഡ് നോട്ട് വാച്ചിങ് TV? വുഡ് യു മൈൻഡ് നോട്ട് വാച്ചിങ് TV? ING ഫോം ഓഫ് ദ വേർബ് അല്ലേ ഇവിടെ ഉപയോഗിച്ചത്? വുഡ് യു മൈൻഡ് not watching the TV. അടുത്ത നോക്കിയേ, would you mind talking in the class? Okay, ഇവിടെ നമ്മൾ എന്താണ്? talk എന്ന് പറഞ്ഞാൽ നമുക്കറിയാം present tense, talked എന്ന് പറഞ്ഞാൽ past tense, talking എന്ന് പറഞ്ഞ ING ഫോം ആണ്. നമ്മൾ ഉപയോഗിച്ചത് ഏതാണ്? ING ഫോം ആണ്, talking. എന്തുകൊണ്ടാണ് നമ്മൾ ഉപയോഗിച്ചത്? ബിക്കോസ് ഇവിടെ നമുക്ക് would you mind ശേഷം if ക്ലോസ് ഇല്ല. ഓക്കെ, വുഡ് യു മൈൻഡ് മാത്രം വന്നോണ്ട്, അപ്പൊ വുഡ് യു മൈൻഡ് മാത്രമാണെങ്കിൽ വേർബിന്റെ കൂടെ ING ഫോം ആയിരിക്കും വരാ. അടുത്ത നോക്കിയേ, വുഡ് യു മൈൻഡ് ക്യാരിങ് ദിസ് ബോക്സസ്? വുഡ് യു മൈൻഡ് ക്യാരിങ് ദിസ് ബോക്സസ്? ഈ ബോക്സ് ഒന്ന് എടുത്തോണ്ട് പോകുന്നില്ലേ, ഒന്ന് പിടിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വുഡ് യു മൈൻഡ് ക്യാരിങ് ദിസ് ബോക്സസ്? സോ നോക്കൂ, വുഡ് യു മൈൻഡ് ശേഷം ക്യാരിങ്, ക്യാരി പ്ലസ് ING, ക്യാരിങ് ആണ് എന്ത് ചെയ്തത്? വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കിയേ, വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ? വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ? അപ്പൊ ഇവിടെ നോക്കി നിങ്ങൾ വുഡ് യു മൈൻഡ് കണ്ട് അതിനുശേഷം നമുക്ക് ഇവിടെ ഇഫ് കാണുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഇഫ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ വേർബിന്റെ കൂടെ ING, ഓപ്പൺ എന്ന് പറയുന്ന വേർബിന്റെ കൂടെ, ഓപ്പൺ എന്ന് പറയുന്ന വേർബിന്റെ കൂടെ ING ഫോം വരുന്നത്. എന്തുകൊണ്ടാണ്? ഓപ്പണിംഗ്. എന്തുകൊണ്ടാ? ബിക്കോസ് വുഡ് യു മൈൻഡിന്റെ കൂടെ ഇഫ് ക്ലോസ് വരാത്തത് കൊണ്ട്. അതുകൊണ്ട് ഓപ്പണിംഗ് ആണ് നമ്മൾ ഇവിടെ എഴുതാം. നെക്സ്റ്റ് നോക്കിയേ, വുഡ് യു മൈൻഡ് ഗെറ്റിംഗ് മീ എ കോഫി? ഇവിടെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇഫ് ക്ലോസ് എന്തെന്നില്ല, കാണുന്നില്ല. സോ വുഡ് യു മൈൻഡിന് ശേഷം വേർബ് പ്ലസ് ING ഫോം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സോ വുഡ് യു മൈൻഡ് ഗെറ്റിംഗ് മീ എ കോഫി? എനിക്കൊരു കോഫി കൊണ്ടു തന്നെ നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ക്യാൻ യു പ്ലീസ് അല്ലെ എന്താണെന്ന് കൊണ്ടുതരുമെന്നാണ് ചോദിക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വുഡ് യു മൈൻഡ് ഷെയറിംഗ് യുവർ ഫുഡ് വിത്ത് us? വുഡ് യു മൈൻഡ് ഷെയറിംഗ് യുവർ ഫുഡ് വിത്ത് us? നോക്കൂ, നിങ്ങളുടെ ഫുഡ്, നിങ്ങളുടെ ഭക്ഷണം നമ്മളോട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് എന്താ കുഴപ്പമുണ്ടോ? സോ വുഡ് യു മൈൻഡ് ഷെയറിംഗ്, ഷെയർ പ്ലസ് ING, ഷെയർ പ്ലസ് ING, ഷെയർ പ്ലസ് ING, ഷെയറിംഗ് അല്ലെ? ഷെയറിംഗ് ആണ് എന്ത് ചെയ്ത് ഇവിടെ ചോദിച്ചത്. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചു. ബിക്കോസ് ഇഫ് എന്തില്ല ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് നോക്കിയേ നിങ്ങള്, would you mind clicking a picture of us? എന്താ ചോദിക്കുന്നത്? would you mind clicking a picture of us? ഇവിടെ നോക്കിയേ, ക്ലിക്കിന്റെ കൂടെ, ക്ലിക്ക് എന്ന് പറയുന്ന വേർബിന്റെ കൂടെ would you mind മാത്രമായതുകൊണ്ട് ING ഫോം വന്നു. so would you mind clicking a picture of us? അല്ലെ? ഇവിടെ ചോദിച്ചില്ലേ അങ്ങനെ? നെക്സ്റ്റ്, യെസ്, നെക്സ്റ്റ് ഇല്ല. so these all what I had to teach you today. അപ്പൊ ഈ പറഞ്ഞ രണ്ട് ടോപ്പിക്കാണ് ഇന്ന് മിസ്സിൽ നിങ്ങളെ പഠിപ്പിക്കാനുണ്ടായിരുന്നത്. had better and also would you mind. എപ്പോഴും നമുക്ക് സംസാരിക്കുമ്പോൾ എന്താണ്, ഇറ്റ് കംസ് ഓഫൻ, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന രണ്ട് പ്രയോഗങ്ങൾ. അപ്പൊ ഒരിക്കലും ഇതിന്റെ റൂൾസ്, ഇതിന്റെ ഗ്രാമർ റൂൾസ് എന്താണെന്ന് അറിയാതെ നമ്മൾ എന്ത് ചെയ്ത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാമർ റൂൾസ് എന്താണ്, വേർബ് ഫോം എന്ത് വേണം, ഇതൊക്കെ അറിഞ്ഞിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സംസാരിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കാം. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് മിസ് വിചാരിക്കുന്നത്. സോ യു പീപ്പിൾ ഹാവ് ടു ഡു എന്താണ്, പ്ലീസ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. ഓക്കെ, നിങ്ങൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. നിങ്ങൾ നല്ല വാല്യുബിൾ നിങ്ങളുടെ കമന്റ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ പറയണം. I will check that. Okay, so if you like the class, please put your valuable comments in the comment box. അതേപോലെ മറ്റൊരു അഡ്വെഞ്ചേഴ്സിന്റെ വീഡിയോ ആയിട്ട്, മറ്റേ ഗ്രാമർ വീഡിയോ ആയിട്ട്, അതേപോലെ നമ്മുടെ ചാപ്റ്റേഴ്സ് വിടും. നോട്ട് ഓൺലി ഗ്രാമർ ബട്ട് ഓൾസോ എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കും നമ്മുടെ ചാപ്റ്റേഴ്സും കോണ്ടന്റ് വീഡിയോ. ഇറ്റ് വിൽ ബി സൂൺ അപ്ലോഡിംഗ്. So thank you so much. Bye.